കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 7 തിങ്കളാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിൻ ഗ്രാൻഡ് പ്രീ മത്സരങ്ങളോടനുബന്ധിച്ച് കാണികൾക്കായി ട്രാക്കിന് പുറത്ത് തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി തൊഴിൽ മന്ത്രാലയ അധികൃതർ അറിയിച്ചു. ഏപ്രിൽ 11 മുതൽ 13 വരെ സാക്കിറിലെ ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾ നടക്കുന്നത്. ട്രാക്കിനകത്തെ മത്സരങ്ങളോടൊപ്പം നിരവധി വിനോദ പരിപാടികളാണ് ട്രാക്കിന് പുറത്ത് കാണാനെത്തുന്ന ആയിരക്കണക്കിന് ആരാധകർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കാണികളെ സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായും മന്ത്രാലയം അറിയിച്ചു. 1762 അധിക പാർക്കിംഗ് സ്ഥലങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും കൂടാതെ 3 താൽക്കാലിക കാൽനടപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് സാങ്കേതിക പിന്തുണ നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. പാസ്പോർട്ട് ഗ്ലോബൽ ഇൻഡെക്സിൽ റാങ്കിംഗ് നിലനിർത്തി ബഹ്റിൻ. യാത്രാരേഖ എന്ന നിലയിൽ അതിൻ്റെ മൂല്യം, വിശേഷാവകാശം, വ്യക്തിസ്വാതന്ത്ര്യം എന്നിവ അടിസ്ഥാനമാക്കി നൊമാഡ് പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ട 2025 പട്ടിക പ്രകാരമാണ് ബഹ്റിൻ തങ്ങളുടെ റാങ്കിംഗ് നിലനിർത്തിയത്. വിസ ഫ്രീ യാത്ര, ടാക്സേഷൻ, ആഗോളമായി രാജ്യത്തിനുള്ള പ്രതിച്ഛായ, ഇരട്ട പൗരത്വത്തിനുള്ള സൗകര്യം മുതലായവയും പട്ടിക തയ്യാറാക്കുന്നതിന് മാനദണ്ഡങ്ങളാണ്. 199 രാജ്യങ്ങളിൽ നിന്ന് 103 സ്ഥാനമാണ് ബഹ്റിൻ നിലനിർത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ ആഗോളതലത്തിൽ 10ാം സ്ഥാനത്തുള്ള UAE ആണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യ 148ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന ഖ്യാതി ഐറിഷ് പാസ്പോർട്ടിനാണ്. പട്ടികയിൽ സ്വിറ്റ്സർലാൻഡ് 2ാം സ്ഥാനം നേടിയപ്പോൾ ഗ്രീസ് 3ാമതും പോർച്ചുഗൽ 4ാമതും എത്തി. മാൾട്ടയാണ് 5ാം സ്ഥാനത്തുള്ളത്. ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുകൾ പാകിസ്ഥാൻ, ഇറാഖ്, എറിത്രിയ, യമൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയുടേതാണ്. ബഹ്റിൻ ജയിലുകളിൽ ആകെ 181 ഇന്ത്യക്കാർ ഉള്ളതായി റിപ്പോർട്ട്. ഫെബ്രുവരി ആദ്യവാരത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ബഹ്റിൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ജയിലുകളുടെ ഇന്ത്യക്കാരുടെ എണ്ണത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഇതുപ്രകാരം 6 ഗൾഫ് രാജ്യങ്ങളിലായി 6478 ഇന്ത്യക്കാരാണ് വിവിധ കേസുകളിലായി ജയിലിലുള്ളത്. കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരും വിചാരണയിലുള്ളവരും ഉൾപ്പെടെയാണ് ഈ കണക്ക്. ആകെ 10,152 ഇന്ത്യൻ തടവുകാരാണ് 86 രാജ്യങ്ങളിലായി ഉള്ളത്. സൗദി അറേബ്യയിൽ മാത്രം 2633 പേരും UAEയിൽ 2518 പേരുമാണ് ഉള്ളത്. ലോക്സഭാ അംഗം ET മുഹമ്മദ് ബഷീർ MPയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി ഈ വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സ്കൂളിൽ ദീർഘകാലമായി സേവനം നൽകി വരുന്ന അധ്യാപകരെയും അനധ്യാപകരെയും അവാർഡ് നൽകി ആദരിച്ചു. ഇസ ടൗണിലെ ജഷൻ മാൾ ഓഡിറ്റോറിയത്തിലാണ് അവാർഡ് ദാന ചടങ്ങ് നടത്തിയത്. ഇസ ടൗൺ ക്യാമ്പസിലെയും ജൂനിയർ ക്യാമ്പസിലെയും അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്ത പരിപാടിയിൽ 10, 15, 20, 25, 30 വർഷമായി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചവരെ സർട്ടിഫിക്കറ്റും മെഡലും നൽകി ആദരിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണു വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, പ്രൊജക്ട് ആൻഡ് മെയിൻ്റനൻസ് അംഗം മിഥുൻ മോഹൻ, ട്രാൻസ്പോർട്ട് അംഗം മുഹമ്മദ് നിയാസ് ഉല്ല, ഭരണസമിതി അംഗം ബിജു ജോർജ്, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, സീനിയർ സ്കൂൾ അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവരും പങ്കെടുത്തു. പ്രിൻസിപ്പൽ VR പളനിസ്വാമി സ്വാഗതവും സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ. 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
വയനാട് ദുരന്ത ബാധിതർക്കായി ബഹ്റിൻ നവകേരള സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി റവന്യൂ മന്ത്രി കെ രാജന് ബഹ്റിൻ നവകേരളയുടെ പ്രസിഡന്റ് NK ജയനും എക്സിക്യൂട്ടീവ് അംഗം ശ്രീജിത്ത് ആവളയും ചേർന്ന് കൈമാറി. ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു, മന്ത്രിമാരായ GR അനിൽ, P പ്രസാദ്, J ചിഞ്ചുറാണി, MP മാരായ PP സുനീർ, P സന്തോഷ് കുമാർ, മുൻ നാദാപുരം MLA സത്യൻ മൊകേരി, AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുഹറക് മലയാളി സമാജം നേതൃത്വത്തിൽ ഈദ് സ്നേഹസംഗമം എന്ന പേരിൽ മെമ്പേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. MMS ഓഫീസിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉപദേശക സമിതി അംഗം ലത്തീഫ് കോളിക്കൽ, മുൻ പ്രസിഡന്റുമാരായ അൻവർ നിലമ്പൂർ, ഷിഹാബ് കറുകപ്പുത്തൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മഞ്ചാടി ബാലവേദി, വനിതാവേദി, സർഗവേദി എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ കലാവിരുന്നുകൾ അരങ്ങേറി. എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി ഫിറോസ് വെളിയങ്കോട് നന്ദി പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ ഗ്ലോബൽ KMCCയുടെ 2025-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ ഓൺലൈനിൽ കൂടിയ ജനറൽ ബോഡി യോഗം തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ കാലയളവിൽ കമ്മിറ്റി നടത്തിയ പ്രവർത്തന റിപ്പോർട്ടും അതിന്മേലുള്ള ചർച്ചയും യോഗത്തിൽ നടന്നു. പുതിയ പ്രസിഡന്റായി റിയാസ് സലീം മാക്കാർ ഖത്തർ, ജനറൽ സെക്രട്ടറിയായി ഷാൻ PS മാലിദ്വീപ്, ട്രഷററായി ഫിറോഷ് ഖാൻ ബഹ്റിൻ എന്നിവരെയും, വൈസ് പ്രസിഡന്റുമാരായി ഇബ്രാഹിം ചാത്തന്തറ ബഹ്റിൻ, ബഷീർ ഇബ്രാഹിം UAE, അനീഷ് ഹനീഫ UAE, സെക്രട്ടറിമാരായി സജീർ പേഴുമ്പാറ സൗദി, അൽത്തഫ് മുഹമ്മദ് UAE, ഹസ്ബിൽ കോട്ടാങ്ങൽ കുവൈറ്റ് എന്നിവരെയും, അഡ്വൈസറി ബോർഡ് ചെയർമാനായി ഷറഫുദ്ദീൻ ഭാഗവി ചുങ്കപ്പാറയെയും മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായും യോഗം തെരഞ്ഞെടുത്തു. താഹിർ തിരുവല്ല സ്വാഗതവും ഷാൻ PS നന്ദിയും പറഞ്ഞു.